ഇപ്പം നിങ്ങളെ പോലത്തെ ചാനലുകൾ രംഗത്തിറങ്ങിയത് അദ്ദേഹം ആത്മഹത്യ ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ സാധു ജയിലിൽ പോകും. കാരണം വെച്ചാൽ ഈ സ്ത്രീകളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ പരിധിയുണ്ട് അതൊക്കെ നോക്കി അദ്ദേഹത്തെ അവിടെ അറസ്റ്റ് ചെയ്യണം. ഇത് അദ്ദേഹം ആത്മഹത്യ ചെയ്തുകൊണ്ട് നിങ്ങളെ പോലത്തെ ചാനലുകാർ രംഗത്ത് വന്നു. ഇപ്പോഴും നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവളെ പുറത്ത് വിടരുത്, നീതി കിട്ടരുത്. അവളെ ജീവപര്യന്തം തടവിലിടണം. അവളെ പുറത്തേക്ക് വിടുകയും ചെയ്യരുത്. അവൾ പിടിച്ചിട്ട് ഞങ്ങൾ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരികയും ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വാക്കുകൾ അവളോട് പറയാനുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ മുന്നിലേക്ക് അവളെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് ഏതായാലും പോയത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല, ഞങ്ങൾക്കറിയാം. പക്ഷെ അവളും കൂടെ ഒന്ന് വേദന അനുഭവിക്കേണ്ടിയിരുന്നു, അത് വേണ്ടിയിരുന്നു. അതിനുള്ള വഴി നിങ്ങൾക്ക് വല്ലതും ചെയ്തു തരാൻ പറ്റിയെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു. അവൾക്ക് എന്തായാലും ജയിലിൽ പെട്ടാലും ഇനി അവൾ പുറത്തേക്ക് അവളെ വിടരുത്. കാരണം ഇനിയും പാവം പിടിച്ച പുരുഷന്മാർ ഇനിയും കുട്ടികളും ഇനിയും ഉണ്ടാവും. ഇതേമാതിരത്തെ സ്ത്രീകളെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതേമാതിരി അച്ഛനും അമ്മമാരും നീതി കുടുങ്ങിപ്പോവും. അതുകൊണ്ട് അവൾക്ക് ഇനി അങ്ങനെ ഒരു ഇതുണ്ടാവരുത്. ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ലോകത്തുണ്ടാവരുത്. നമ്മളും സ്ത്രീകൾ തന്നെയാണ്, പക്ഷെ ഇങ്ങനത്തെ സ്ത്രീകൾ ഇനി ഉണ്ടാവാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അവളെ കൊണ്ടുവന്ന അത്രയും നന്ദി. ഞങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് കാണ്ടിയിരുന്നു. ഞങ്ങൾ മൊബൈലിൽ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനൊരു ഇതുണ്ടായിരുന്നു. അവൾക്ക് അച്ഛനും അമ്മേനെ കാണിച്ച് ഞങ്ങളെ കുടുംബത്തിനൊന്നും കാണണ്ട. അവൾക്ക് ഇങ്ങനെ കുടുംബം എന്ന് അവൾക്ക് അറിയണ്ടേ, അച്ഛനും അമ്മയും. അവൾ അങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം. നീതി കിട്ടുന്നപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിടിച്ചു എന്നല്ല പറയണത്. ഇനിയിപ്പോൾ അവരെന്താ ഇതാക്കുന്നത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ജാമ്യത്തിൽ വിട്ടാ പോയില്ലേ, ജാമ്യത്തിൽ വിടാൻ പാടില്ല. കുറെ ആളുകൾ ഉണ്ടാവില്ല, ജാമ്യത്തിൽ വിടാൻ പാടില്ല. ജാമ്യത്തിൽ വിട്ടാലാണ് പിന്നെ പിടിച്ചെന്ന് പറഞ്ഞ നാളെ പറയാം അവളെ ജാമ്യത്തിൽ വിട്ട് തന്നെ പോയില്ലേ, പിന്നെ അതിലെ വകുപ്പും മറ്റതൊക്കെ പോയി. ഈ ഇതിൽ തന്നെ ഓള് കഠിന ശിക്ഷ കൊടുത്തിട്ട് ഓളെ ലോകപ്പിലാക്കണം. ഒരിക്കലും ജയിലിൽ നിന്ന് വിടാൻ പാടില്ല. ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ പ്രതിയായ ഷിംജിത മുസ്തഫ അറസ്റ്റിലായിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് പോലീസാണ് ഷിംജിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഷിംജിത ഒളിവിൽ കഴിയുകയായിരുന്നു. വടകരയിലെത്തിയാണ് അന്വേഷണ സംഘം ഷിംജിതയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഏതായാലും ഷിംജിതയുടെ അറസ്റ്റ് ഏതായാലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അന്വേഷണ സംഘം ഷിംജിതയുമായി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതീവ രഹസ്യമായിട്ടാണ് പോലീസ് ഈ അന്വേഷണം നടത്തിയത്. വടകരയിലുണ്ടെന്നറിഞ്ഞ് അങ്ങോട്ടേക്ക് അന്വേഷണ സംഘം എത്തുകയായിരുന്നു. വനിതാ പോലീസ് ഉൾപ്പെടെ എത്തിയാണ് ഉച്ചയ്ക്ക് ഷിംജിതയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഉടൻ തന്നെ ഈ ഒരു അന്വേഷണ സംഘം ഷിംജിതയുമായി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി പോവുകയായിരുന്നു. മഫ്തിയിലെത്തിയാണ് പോലീസ് ഏതായാലും ഷിംജിതയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വൈദ്യപരിശോധനയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതീവ രഹസ്യമായിട്ടായിരുന്നു അന്വേഷണം നടന്നിരുന്നത്. ഏതായാലും ഒരു പ്രൈവറ്റ് വാഹനത്തിലായിരുന്നു, പോലീസ് ജീപ്പ് പോലും ഉപയോഗിക്കാത്ത പ്രൈവറ്റ് വാഹനത്തിലായിരുന്നു ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ ഷിംജിതയുമായി പോലീസ് എത്തിയത്.